നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് മേഖലയിൽ കൂട് സ്ഥാപിച്ചു. കോട്ടയം DFOയുടെ നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷൻ സർഗത്തിയും കോടതി റിമാൻഡ് ചെയ്തു. ഇരുവരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9 വരെ. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിൽ ആക്ഷേപം ശക്തം. അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറ പൊട്ടിക്കലുമാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിയാൻ കാരണമെന്ന ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് മേഖലയിൽ കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് കോട്ടയം DFOയുടെ നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ ജനങ്ങൾ ഭീതിയിലായിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയും വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത്. കോട്ടയം വൈൽഡ് ലൈഫ് DFOയുടെ നിർദ്ദേശപ്രകാരം വെറ്റിനറി അസിസ്റ്റന്റ് ഡോക്ടർ അനുരാഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള കൂട് സ്ഥാപിച്ചതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PK രുചിമോൻ പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ കടുവയുടെ പടങ്ങൾ പതിയുകയും ചെയ്തിരുന്നു. ഈ വിവരം നമ്മൾ മേലധികാരത്തെ അറിയിച്ച് അവിടുന്ന് കൂട് വയ്ക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ തരികയും ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തേക്കടി വെറ്ററി സർജൻ്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത്. മുൻപ് വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഭാഗത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് മേഖലയിൽ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കൂട് സ്ഥാപിച്ച് 6 മാസം പിന്നിട്ടിട്ടും പുലി അകപ്പെട്ടില്ല. ഇതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന കൂടാണ് മൂലക്കയം ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ കടുവ കൂട്ടിൽ അകപ്പെടുമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെയും മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. മഴ കനത്തതോടെ ഇത്തവണയും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിപ്പോരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ്. ദേശീയപാത നവീകരണത്തിന് ശേഷമാണ് മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത്. മുൻകാലങ്ങളിലൊക്കെയും മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ്പ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6 മലയിടിച്ചിലുകളാണ് ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7 അവസാനം ഗ്യാപ്പ് റോഡിൽ വലിയ മലയിടിച്ചിൽ ഉണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത്. 2019 2020 വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശം സംഭവിച്ചിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷൻ സർഗത്തിയും കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 9 വരെയാണ് ഇരുവരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 70,000 രൂപ കണ്ടെടുത്തു. കൂടാതെ തുക എഴുതാത്ത ചെക്കുകൾ, മുദ്രപത്രങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. പണം പേപ്പറിൽ പൊതിഞ്ഞ റബ്ബർ ബാൻഡിട്ട് കെട്ടി തുണികൾ വച്ചിരിക്കുന്നതിനിടയിൽ നിന്നാണ് കണ്ടെടുത്തത്. എന്നാൽ ഈ പണം നേരത്തെ കടം വാങ്ങിയവർ തിരികെ തന്നപ്പോൾ അവ കെട്ടി സൂക്ഷിച്ചതാണെന്ന് അജി വിജിലൻസിനോട് പറഞ്ഞു. ചെക്കും മുദ്രപത്രങ്ങളും നേരത്തെ കടം വാങ്ങിയവർ തന്നതാണെന്നും ഇയാൾ മൊഴി നൽകി. കേസിൽ 2ാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് DYSP ഷാജു ജോസ് പറഞ്ഞു. ഇതിനുശേഷമായിരിക്കും ചെയർമാന്റെ പേരിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക.
കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ആലടിക്കും പരപ്പിനുമിടയിൽ ഉരുൾപൊട്ടലിന് സമാനമായി മണ്ണിടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 മണ്ണിടിഞ്ഞത്. ശക്തമായ മഴയിലാണ് ആലടിക്കും പരപ്പിനുമിടയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പാറമടയ്ക്ക് സമീപം വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും മേരികുളം കൂരാമ്പാറ പാലം വഴി ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്തു. കൂടാതെ ആലടി മുതൽ പരപ്പ് വരെയുള്ള ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്തിട്ട് സംരക്ഷണ ഭിത്തി യഥാസമയം കെട്ടാത്തതിനാലാണ് മണ്ണിടിയാൻ കാരണം. ഇതോടൊപ്പം മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്നും 7 മീറ്ററോളം ഉയരത്തിൽ പാറയും മണ്ണും വിണ്ടുകീറി നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. ഇതോടൊപ്പം ടാറിങ്ങിലും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. മഴ ശക്തമായാൽ ഈ ഭാഗത്ത് ഏത് നിമിഷവും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാം. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ആക്ഷേപം ശക്തമാകുന്നു. അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറപൊട്ടിക്കലുമാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിയാൻ കാരണമെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. ആലടിക്കും പരപ്പിനുമിടയിലുള്ള പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞത് അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറപൊട്ടിക്കലും മൂലമാണെന്നാണ് ആരോപണം. ഹൈവേക്ക് വേണ്ടി പാറ പൊട്ടിക്കുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്ത ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. ഉഗ്രസ്ഫോടനശേഷിയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ പാറകൾ പൊട്ടിക്കുന്നത്. ഇത് പ്രദേശവാസികൾ പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകരുടെ ആരോപണം. പാറ ആവശ്യമാണ്, പക്ഷേ ആ പാറ പൊട്ടിച്ച് മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കൂടെ ചിന്തിക്കാതെ പോയതുകൊണ്ട് ഇപ്പോൾ റോഡ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ആ പാറ പൊട്ടിക്കുന്നതിൻ്റെ തൊട്ട് താഴെ 100 അടിയിലധികം താഴ്ചയുള്ള കുഴിയാണ്. ആ കുഴിയുടെ സൈഡ് കെട്ടിയിരിക്കുന്നത് പറഞ്ഞ് 100 വർഷങ്ങൾക്കപ്പുറമെങ്കിലും കെട്ടിയ ഒരു കെട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ കെട്ട് മുഴുവൻ ഈ പാറ പൊട്ടിക്കുമ്പോൾ അവിടെ നടുക്കമുണ്ടാകുകയും ആ കെട്ട് മുഴുവൻ ഇപ്പോൾ കുലുങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇനിയൊരു അവസ്ഥ മഴക്കാലം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ കെട്ട് മുഴുവൻ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. കൂടാതെ ഹൈവേക്ക് വേണ്ടി മണ്ണ് പെരിയാറിന്റെ തീരത്ത് കൊണ്ട് നിക്ഷേപിക്കുകയും ശക്തമായ മഴയിൽ മണ്ണൊലിച്ച് പെരിയാറ്റിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടെന്നും ആരോപണമുണ്ട്. ഈ റോഡിന്റെ സൈഡുകളിൽ നിന്ന് എടുക്കുന്ന മണ്ണ് മുഴുവൻ കൊണ്ടുപോയി പെരിയാറ്റിലേക്കാണ് തള്ളുന്നത്. ഈ വലിയ പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലുള്ള കാലവർഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അതിരൂക്ഷമായ മഴയിൽ ഈ മണ്ണ് മുഴുവൻ ഒഴുകി പെരിയാർ നിറയുകയാണ്. അതുകൊണ്ട് പ്രളയ സാധ്യത വർദ്ധിക്കാൻ സാധ്യതയാണ്. കാരണം മണ്ണ് വന്ന് കുഴികളിൽ നികയുന്നത് കൊണ്ട് വെള്ളം നിൽക്കാൻ ഇടയില്ലാതെ വരുമ്പോൾ പെയ്തിറങ്ങുന്ന വെള്ളം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമിയിലും വീടുകളിലും ഒക്കെ കയറുന്നൊരവസ്ഥയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാതെ, ഇതെല്ലാം ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ ഒത്താശയോട് കൂടിയാണെന്ന് പോലും അറിയാതെ ഇവിടുത്തെ ജനങ്ങൾ വിഷമിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയെപ്പറ്റി അധികൃതർ വിശദമായി പഠിച്ച ശേഷം മാത്രമേ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ഒളിവിൽ കഴിഞ്ഞിരുന്ന കഞ്ചാവ് കേസ് പ്രതിയെ 1 കിലോയിലധികം കഞ്ചാവുമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കോതമംഗലം കോട്ടപ്പടി സ്വദേശി ബൈജുവാണ് പിടിയിലായത്. അടിമാലി മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോ 300 ഗ്രാം കഞ്ചാവുമായി കോതമംഗലം കോട്ടപ്പടി സ്വദേശി ബൈജു പിടിയിലായത്. ബൈജുവും മച്ചിപ്ലാവ് സ്വദേശിയായ ജെറിനും ചേർന്ന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവാണ് കണ്ടെത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പിടിയിലായ ബൈജു അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡ്, അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. അടിമാലി മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടം നടത്തുന്നതിൽ പ്രധാനികളാണ് ബൈജുവും ജെറിനുമെന്നാണ് വിവരം. പിടിയിലാകാനുള്ള ജെറിനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NK, പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, അബ്ദുൽ ലത്തീഫ് CM, യദുവംശരാജ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നെടുങ്കണ്ടത്ത് മരത്തിൽ നിന്ന് വീണ തമിഴ്നാട് സ്വദേശി മരിച്ചു. നെടുങ്കണ്ടം പുഷ്പക്കണ്ടത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മഹേന്ദ്രനാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ജോലികൾ ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. മരത്തിൽ നിന്ന് വീണ മഹേന്ദ്രനെ നാട്ടുകാർ ഉടൻ തന്നെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുങ്കണ്ടം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മദ്യലഹരിയിലെത്തിയ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് BDOയാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റവർ ആരോപിച്ചു. മദ്യലഹരിയിലെത്തിയ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് BDO വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിലെ ഡ്രൈവർ ഐവിനെ മർദ്ദിക്കുകയായിരുന്നു.
ഇത് തടയാനെത്തിയ തന്നെയും BDO മർദ്ദിച്ചതായി ICDS ഓഫീസ് അസിസ്റ്റന്റും ഇരട്ടിയാർ സ്വദേശിയുമായ അറക്കൽ ഷാജി പറയുന്നു. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കിടന്നൊരു കാർ പുറകോട്ടെടുത്ത് അതിന് തൊട്ട് ബാക്കി കിടന്നൊരു കാർ ഇടിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഇടിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളിതെന്താ ഇയാൾ ഈ കാണിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം അയാൾ ആ വണ്ടി ഇടിപ്പിക്കുന്നുണ്ട്, പുറകോട്ട് വണ്ടി ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചു വന്നു ഇതെന്തായി കാണിക്കുക. അപ്പോൾ ആ പുറകിലത്തെ കിടന്ന ഡ്രൈവറെ വലിച്ചിറക്കിയിട്ട് ഇയാൾ തല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ആ കൊച്ചിനെ ആ ചെറുക്കനെ അയാൾ തല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ചേട്ടൻ എന്നെ കാണിക്കുന്നത്, ചേട്ടൻ ഡ്രൈവറല്ല, ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നെ തല്ലി. എനിക്ക് ഇവിടേക്കിട്ട് അടിയുണ്ട്, അടിവേറിൻ്റെ ചവിട്ടുണ്ട്, എനിക്ക് നല്ല ഇപ്പം അടിവേറിൽ നല്ല വേദനയുണ്ട്, മൂത്രം ഒഴിക്കാനൊക്കെ പാടുണ്ട്. ഓഫീസ് സമയത്താണ് ഇയാൾ ഇങ്ങനെ കയറി നമ്മളെ ആക്രമിച്ചത്. മദ്യലഹരിയിലായിരുന്ന BDO ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി മർദ്ദനമേറ്റ വാഹന ഡ്രൈവർ ഐവിൻ പറഞ്ഞു. റിട്ടയർ പഞ്ചായത്തിൽ നിന്ന് ഓവർസീർ റോഡത്തിലെ AXC ഓഫീസിലെ AXCയുടെ സൈൻ മേടിക്കാനായിട്ട് വന്നായിരുന്നു, സൈൻ സീൽ മേടിക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിലായിട്ടായിരുന്നു ഈ പറഞ്ഞ ആളുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. പുള്ളി വന്ന് വണ്ടി റിവേഴ്സ് എടുക്കണമെങ്കിൽ എൻ്റെ വണ്ടി മാറ്റി കൊടുക്കണമായിരുന്നു. മാറ്റാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കി വേറൊരു കാർ വന്ന് കിടക്കുമായിരുന്നു. ആ വണ്ടി മാറ്റിയാലേ ഇറക്കത്തുള്ളായിരുന്നു. അപ്പം ആ വണ്ടി മാറ്റാനായിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടിരുന്നപ്പോൾ തൊട്ട് പുള്ളി പുറകോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് തട്ടി, ആദ്യം ഒന്ന് തട്ടി. അന്നേരം ഞാൻ കുറേ ഹോൺ അടിച്ചു. പിന്നെ ഞാൻ പുറകോട്ട് എടുക്കുന്നവരും പുള്ളി കൊണ്ടുവന്ന് തട്ടി. 1-2 പ്രാവശ്യം ചെറുതായിട്ട് തട്ടി. ഒന്നും പറ്റിയൊന്നുമില്ല, ചെറുതായിട്ട് ഒന്ന് മുട്ടിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ മാറ്റി നിലനിന്നപ്പോൾ ഒരു സൈഡ് തീർത്ത് ഇറക്കാനായിട്ട് ഞാൻ പുള്ളിയോട് വണ്ടി ഒരു ശകലം മുന്നോട്ട് മാറ്റുവാണെങ്കിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെന്നതാണ്. ഇറങ്ങി ചെന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടുത്തെ സെക്രട്ടറി ആടാന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞത് മുഴുവൻ തെറി തന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി വണ്ടി റിവേഴ്സ് എടുത്ത് എൻ്റെ വണ്ടിക്കിട്ടൊന്ന് ഇടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ താക്കോൽ ആ വണ്ടിക്കകത്തോട്ട് കൈയിട്ട് താക്കോൽ ഓഫാക്കാൻ തുടങ്ങി. പുള്ളി സമ്മതിച്ചില്ല. പുള്ളി അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് പിന്നെയും എന്നെ പിടിച്ച് കുറേ തെറിയും പറഞ്ഞു. ആദ്യം ഒന്ന് അടിക്കാനായിട്ട് തോന്നി. ഞാൻ കൈകൊണ്ട് തട്ടി മാറ്റി വിട്ടു. അതിനുശേഷം പുള്ളി വണ്ടിക്കകത്ത് കയറി റിവേഴ്സ് എടുത്ത് ഒറ്റ തട്ട് തട്ടി എൻ്റെ വണ്ടിക്കകത്ത്. അന്നേരത്തേക്കും ബ്ലോക്കിലെ 1-2 ഉദ്യോഗസ്ഥർ വന്നേച്ചിട്ട് എന്നെ അനുഭവിപ്പിച്ച് സാരമില്ല പോട്ടെ, സാരമില്ല സാറാണ്, അത് വിട്ട് കളയാൻ പറഞ്ഞ് ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്ക് എന്നെ തന്നെ കുറേ തെറി വിളിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ താക്കോല് വന്ന് ഊരാനായിട്ട് എൻ്റെ വണ്ടിയുടെ ഡോറ് തുറന്ന് താക്കോല് വന്ന് ഊരി എടുത്തുകൊണ്ട് പോയിട്ട് ആ താക്കോല് തിരിച്ച് പിടിച്ച് മേടിക്കാനായിട്ട് ഞാൻ പുള്ളിയുടെ കയ്യെ കയറി പിടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തെ കുനിച്ച് നിർത്തി എൻ്റെ തലക്കിട്ട് തന്നെ 2 ഇടി ഇടിച്ചു. അത് കഴിഞ്ഞ് ആ ഇടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഈ ഷായിച്ചേട്ടൻ വന്ന് പുള്ളിയെ പിടിച്ചു മാറ്റിയത്. അത് കഴിഞ്ഞപ്പം പുള്ളിയായിട്ട് നല്ല സംഘർഷമുണ്ടായി. വേറെയും കുറേ ഡ്രൈവർമാർ വന്നായിരുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റ ഷാജിയും ഐവിനും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേക്കാൻ ഒരുമിക്കാം എന്ന മുദ്രാവാക്യവുമായി സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശനിയാഴ്ച ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ ഗ്രാമീണ നിക്ഷേപ സമാഹരണ യജ്ഞവും സഹകാരി സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്യും. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. കരുത്തേകാം ഒരുമിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകമാനം സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സഹകാരി സംഗമവും ഗ്രാമീണ നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനവും നടത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് 29-ാം തീയതി ശനിയാഴ്ച 3 മണിക്ക് സഹകാരി സംഗമവും നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനവും നടത്തപ്പെടുക. ആ പരിപാടിയിൽ SSLCക്ക് +2-ന് ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന പരിപാടിയും കൂടി ചേർന്ന് നടത്തുക. ഈ പരിപാടികൾ ഉടുമ്പൻചോലയുടെ പ്രിയങ്കരനായ MLAയും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ MM മണി അവറുകൾ നിർവഹിക്കും. ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് 58 വർഷക്കാലമായി നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. 132 കോടി രൂപ ഓഹരി മൂലധനവും 40 കോടി രൂപയിലധികം നിക്ഷേപവും 80 കോടി രൂപയിലധികം വായ്പയും നൽകിയിട്ടുള്ള സ്ഥാപനം സഹകരണ മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചാണ് മുന്നേറുന്നത്. ബാങ്കിന്റെ ഭാഗമായി ചമ്പവപ്പാറയിലും ഈട്ടുതോപ്പിലും നെല്ലിപ്പാറയിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ കാർഷിക മേഖല എന്നുള്ള നിലയിൽ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നീതി സഹകരണ സ്റ്റോറുകൾ കൊച്ചുകാമാട്ടിയിലും ശാന്തിഗ്രാമിലും നെല്ലിപ്പാറയിലും നടത്തുന്നു. കാർഷിക മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിന് 132 കോടി
പ്രവർത്തന മൂലധനവും 42 കോടി രൂപ നിക്ഷേപവും 81 കോടി രൂപ വായ്പയുമുണ്ട്. ചെമ്പകപ്പാറ, ഇട്ടിത്തോപ്പ്, നെല്ലിപ്പാറ എന്നിവിടങ്ങളിൽ ശാഖകളും പ്രവർത്തിച്ചു വരുന്നു. ശാന്തിഗ്രാം, നെല്ലിപ്പാറ, കൊച്ചുകാമാക്ഷി എന്നിവിടങ്ങളിൽ സഹകരണ നീതി സ്റ്റോറുകളും, ശാന്തിഗ്രാം, ചെമ്പകപ്പാറ എന്നിവിടങ്ങളിൽ വടം ഡിപ്പോയും, ഇടിഞ്ഞമലയിൽ കാർഷിക നഴ്സറിയും, ശാന്തിഗ്രാമിൽ ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച് സഹകരണ ഏലക്ക സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയി ജോർജ് കുഴികുത്തിയാനി, വൈസ് പ്രസിഡന്റ് KG വാസുദേവൻ നായർ, സെക്രട്ടറി TS മനോജ്, ഭരണസമിതി അംഗങ്ങളായ ബെന്നി തോമസ്, രാജൻ ശ്രീധരൻ, ബിൻസി ജോണി എന്നിവർ പങ്കെടുത്തു. ശക്തമായ മഴയിൽ പീരുമേട് മേഖലയിലെ ലയങ്ങൾ തകർന്നു വീണിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വം ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല. ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരുമേട് താലൂക്കിലെ 5ഓളം ലയങ്ങളാണ് ഇടിഞ്ഞു വീണത്. തൊഴിലാളികളുടെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിന്റെ ആരോപണം. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KPW യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ബഡ്ജറ്റിലായി 10 കോടി രൂപ വീതം 20 കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ 20 കോടി രൂപയിൽ 1 രൂപ പോലും ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് സംബന്ധിച്ച് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. അതിനുശേഷവും ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഗവൺമെൻറ് നിസ്സംഗത തുടർന്നാൽ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നിസ്സംഗത കാണിച്ചാൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ INTUC നേതൃത്വത്തിൽ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഏറ്റെടുക്കുമെന്ന് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 സംസ്ഥാന ബജറ്റുകളിലായി 20 കോടി രൂപയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ജീർണാവസ്ഥയിലുള്ള ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ പണയം വെച്ച് പന്താടുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. തുടർച്ചയായി വൈദ്യുതി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഇരട്ടിയാർ നോർത്ത് സെക്ഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. BJP വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പനക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചയായി ഇരട്ടിയാർ നോർത്ത് KSEB സെക്ഷന് കീഴിൽ വൈദ്യുതി മുടക്കം പതിവായിരിക്കുകയാണ്. മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി ടച്ചു നേരാമണ്ണം വെട്ടുകയോ വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ KSEBയുടെ ഭാഗത്തു നിന്നും നടത്തുകയോ ചെയ്യാത്തതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണമെന്നാണ് സമരക്കാരുടെ ആരോപണം. യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇരട്ടിയാർ നോർത്ത് KSEBയുടെ ഓഫീസിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. BJP വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പനക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലമായി KSEBയിൽ നിരന്തരം ഈ നാട്ടുകാരും നമ്മുടെ പ്രവർത്തകരും ഈ KSEBയുടെ അനാസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും കറണ്ട് ഒരാഴ്ചക്കാലമായിട്ട് ഇല്ലെന്ന് വേണേൽ പറയാം. അത് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം കറണ്ട് പോകുന്നു. അതല്ലാതെ തുടർച്ചയായിട്ട് ഈ കറണ്ട് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞപ്പം അവർ പറയുന്നത് കാലാവസ്ഥ, ഇതിലും വലിയ കാലാവസ്ഥയായിരുന്നു ഇവിടെ പ്രളയമുണ്ടായ സമയത്ത്. 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഒരു ദിവസം പോലും, അന്ന് MM മണി KSEBയുടെ മന്ത്രിയായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ ഇവിടെ കറണ്ട് പോയിട്ടില്ല. അപ്പോൾ പേടിയുള്ളവനെ ഇവർക്ക് ഭയമാണ്. അദ്ദേഹത്തെ പേടി കൊണ്ട് മാത്രമാണ്. ഒരു ദിവസം പോലും ഇവിടെ പല പ്രളയം ഉണ്ടായിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇവിടെ ഒരു ദിവസം പോലും കറണ്ട് പോയിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന വൈദ്യുതി മന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ അറിയപ്പെടുകയുള്ളൂ. അദ്ദേഹത്തെ ഈ നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ഈ ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പേടിയില്ല. ഇവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തു, ഇതെല്ലാം വെട്ടാൻ എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇവരത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. തുടർന്ന് സമരക്കാരുടെ പ്രതിനിധികൾ KSEB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്.
പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ്, BJP ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC രമേശൻ, രാജൻ ഉറുമ്പിൽ, ബാലകൃഷ്ണൻ, ജോയ് വർഗീസ്, രാജു നാറാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി മുരിക്കാശ്ശേരി ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും മൊബൈൽ ഫോണിന്റെ ആസക്തിയും അവരെ വഴിതെറ്റിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട മാതാപിതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അവബോധം നൽകുന്നതിനായാണ് മുരിക്കാശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വിവിധ സംഘടനകളെ ഒത്തൊരുമിപ്പിച്ചായിരുന്നു പരിപാടി. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകളെ തിരിച്ചറിയാനോ അതിലെങ്ങനെ വീഴാതിരിക്കാമെന്ന് പറഞ്ഞു കൊടുക്കാനോ രക്ഷിതാക്കൾക്ക് പലപ്പോഴും ആവുന്നില്ല. മിക്ക രക്ഷിതാക്കൾക്കും ഡാർക്ക് വെബ് എന്താണെന്നോ ഓണിയൻ റൗട്ടർ എന്താണെന്നോ അതുവഴി എങ്ങനെയാണ് കുട്ടികൾ ലഹരി മരുന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതെന്ന് പോലും അറിയില്ല. ഇപ്പോൾ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പല പാക്കേജസും ഒക്കെ ഡെലിവർ ആവാറുണ്ട്. പക്ഷെ അത് എന്താണെന്നോ എന്തിനു വേണ്ടി വന്നതാണെന്നോ ആരാണ് ഇതിന്റെ സപ്ലയർ എന്നോ ഒന്നും പലപ്പോഴും ആ വീട്ടിലെ അച്ഛന്മാർക്കോ അമ്മമാർക്കോ അറിയാറില്ല. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ്, മുരിക്കാശ്ശേരി SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ KD മണിയൻ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏറെ പരിചിതനായ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ബോധവൽക്കരണ സെമിനാർ നയിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ അച്ഛനെ അമ്മയെ സ്നേഹിച്ചവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൈ പൊക്കാത്തവരും പൊട്ടിപ്പിടിച്ച കൈ കാത്തിയിട്ട് നിങ്ങളോട് ഇനി എന്ത് ക്ലാസ്സാണ് ഞാൻ എടുക്കണ്ടേ? ഉദ്യോഗസ്ഥരായ രതീഷ്, ജിജി CT, സേവ്യർ, DGP വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാത 85ന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ ജോലികൾ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ അവ തിരുത്തുന്നതിനായി വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ചേർന്നു. ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണം ശക്തമാണ്. റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. റോഡിൽ നടക്കുന്ന ഓട നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആരോപണം ഉയരുന്നു. ഈ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിലാണ് അവ തിരുത്തുന്നതിനായി വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ചേർന്നത്. ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മലമേഖലകളിൽ കൂടി അല്ലാതെ റോഡ് വെട്ടാൻ കഴിയില്ല. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മലമുകളിൽ കൂടി മാത്രമേ റോഡ് വെട്ടാൻ കഴിയൂ. അങ്ങനെയുള്ള റോഡുകൾ പോകുന്ന സ്ഥലങ്ങളിൽ മരങ്ങളുണ്ടാവുക, ചില സാഹചര്യങ്ങളിൽ മണ്ണിടിഞ്ഞു വീഴുക, അതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. സാധാരണമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളോട് ഒരു നീതി കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളതിൽ സഞ്ചരിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സഞ്ചരിക്കാതിരിക്കുക, അവിടെ പരമാവധി വാഹന ഗതാഗതം കുറയ്ക്കുക എന്നുള്ള നിലപാടിലാണ് ഇന്ന് ഗവൺമെൻറ്റുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കിവിടെ മറ്റെല്ലാ പ്രദേശങ്ങളിലും വലിയ തോതിൽ വികസനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോഡുകളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വാണിജ്യ സമുച്ചയങ്ങളും എല്ലാം ഉണ്ടാകുന്നിടത്താണ് വികസനം എന്ന് നമ്മൾ പറയുന്നത്. അത്തരം വികസനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇടുക്കിയിലെ ജനങ്ങളും ഹൈറേഞ്ചിലെ ജനങ്ങൾ. പക്ഷേ അതെല്ലാം ഒരു പരിധി വരെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, വന്യമൃഗാക്രമണം കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മളെ വലിക്കുകയാണ്. ഇതിനെല്ലാമുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ജനകീയ പോരാട്ടങ്ങൾ, ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രതികരണശേഷി ഉണ്ടാക്കി മുമ്പോട്ട് പോവുക, അധികാരികളുടെ കണ്ണ് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ യോഗം നമ്മൾ വിളിച്ചത്.
നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിച്ചിടാൻ നടപടി ഉണ്ടാകുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. അടിമാലി ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ ഹൈവേ സംരക്ഷണ സമിതി സെക്രട്ടറി PM ബേബി അധ്യക്ഷനായിരുന്നു. PV സ്കറിയ, M കമറുദ്ദീൻ, കോയ അമ്പാട്ട, MB സൈനുദ്ദീൻ തുടങ്ങി അടിമാലിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പുതിടത്തിൽ ബിനോയ് മരത്തിൽ നിന്ന് വീണത്. അരയ്ക്ക് താഴേക്ക് തളർന്ന ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. 3 വർഷം മുൻപാണ് ബിനോയ് ജോലിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മരത്തിൽ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ മരത്തിൽ കയറാൻ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് കൊത കെട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മണ്ടയിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് പിടുത്തം കിട്ടി. കമ്പെ പിടിച്ച് ഞാന്ന് കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിൻ്റെ വേരയിലൊക്കെ വന്ന് അടിച്ചു വീണു. മലക്കം വന്ന് വീണ് നട്ടിൽ പൊട്ടി. കുറച്ച് ഈ വീണ ഉടമസ്ഥൻ കുറച്ച് ഒരു 10-60 രൂപയോളം സഹായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കോട്ടയത്തായിരുന്നു ഓപ്പറേഷനില്ല. ഇപ്പം ആദ്യം കൊണ്ടുപോയത് ഇവിടെ കല്ലാറ്റിലായിരുന്നു. കല്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ 10-26 ദിവസത്തോളം വൈകി. ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടത്താനും പറ്റില്ല, അങ്ങനെ ഐസിയു വാർഡില്ല. അങ്ങനെയൊക്കെ താമസം വന്ന് 26 ദിവസം പെൻഡിങ്ങിലായിട്ട് പിന്നെ 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനമില്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിനാലും ബിനോയ്ക്ക് ഇടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക. അപ്പോൾ ഒരു ഞാൻ 5000 രൂപ വാടകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇച്ചിരി തരും, ബാക്കിയെല്ലാം നമ്മൾ കടം വാങ്ങി അടച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്കിപ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട്, വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസമുട്ടലൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം പണിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാതെ വരുമ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കുറേയും കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചികിത്സയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ നോക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പം പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പിന്നെ തിരിച്ചതേപോലെ വരും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അത്യാവശ്യ ചികിത്സ പോലും നൽകാനാവുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. സ്വന്തമായി ഒരു ചെറു വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് ബാക്കിയാണ്. ഈസ്റ്റ് കേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മിഴിവോടെ പുഞ്ചിരിക്കൂ, ശരിയായി ജീവിക്കൂ, ലഹരിക്കെതിരെ കൈകോർത്ത് നവലോകം നിർമ്മിക്കാം, ലഹരിയെ മായ്ച്ചുകളയാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. 9 വൈദിക ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് പ്രചരണ ജാഥ കടന്നുപോയത്. കട്ടപ്പന പള്ളിക്കവലയിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സെന്റ് ജോൺ CSI ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിനോയ് P. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങളുടെ കുഞ്ഞ് യാതൊരു വിധത്തിലും ലഹരിക്ക് അടിമയായി മാറുകയില്ല എന്ന ഒരു ചിന്ത. ഞങ്ങൾ മദ്യപിക്കുന്നവരല്ല, ഞങ്ങളുടെ തലമുറകൾ ലഹരി ഉപയോഗിച്ചിട്ടുള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ഇതിലേക്ക് വീഴുകയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ലഹരി ഉപയോഗത്തിൻ്റെ ഫലമായി തകരുന്ന 100 കുടുംബങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ
പെൺകുട്ടികൾ പോലും യാതൊരു മറയുമില്ലാതെ ലഹരി ഉപയോഗത്തിന് അടിമകളായി മാറുകയും തൽഫലമായി വിവിധങ്ങളായ നിലയിൽ അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് അവർ പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. CSI ഈസ്റ്റ് കേരള മഹായിടവക ട്രഷറർ റവറൻ PC മാത്തിക്കുട്ടി, ജാഥ ക്യാപ്റ്റൻ റവറൻ രാജേഷ് പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന പോലീസ് ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചുവെന്ന് പരാതി. നിലവിൽ ഔട്ട്പോസ്റ്റ് അടഞ്ഞു കിടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചതെന്നാണ് വിവരം. അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലായിരുന്നു പോലീസ് ഔട്ട്പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പോലീസ് ഔട്ട്പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി. ഔട്ട്പോസ്റ്റ് തുറന്ന് പ്രവർത്തിച്ചിരുന്ന സമയം എല്ലായ്പ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകാറുള്ളൂ. ഇടയ്ക്ക് പെട്രോളിംഗ് സംഘവും എത്തും. എന്നാൽ ഉണ്ടായിരുന്ന പോലീസ് ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലീസിന്റെ ഹെഡ് പോസ്റ്റ് നിലവിൽ പ്രവർത്തനമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് അടിമാലിയിൽ പ്രവർത്തനയോഗ്യമല്ല. ബസ് സ്റ്റാൻഡിൽ നിരവധി ടൂറിസ്റ്റ് മേഖലയിൽ മൂന്നാർ മേഖലയിലേക്കും ഉള്ള യാത്രക്കാർ നിരവധി ആളുകൾ വന്നു പോകുന്നൊരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിരവധി കയ്യേറ്റങ്ങളും കയ്യാങ്കളികളും ഇതിലേക്ക് മുന്നേ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പോലീസിൻ്റെ യാതൊരുവിധ ഇടപെടലും ഇവിടെ നിലവിൽ ഉണ്ടാവാറില്ല. നമ്മളിവിടുന്ന് ബന്ധപ്പെട്ട അന്വേഷണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് പോലീസ് ഇത് എവിടെ എത്തുകയും ഇടപെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അടിയന്തരമായി പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് തുറക്കുകയും സദാസമയം പോലീസിൻ്റെ ഒരു സാന്നിധ്യം അടിമാലി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുള്ള ഇടമാണ് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്മിലടിയും കയ്യാങ്കളിയുമൊക്കെ പതിവാണ്. യാത്രക്കാർ നോക്കി നിൽക്കുകയാണ് കയ്യാങ്കളിയും അസഭ്യ വർഷവുമൊക്കെ നടക്കാറ്. മുമ്പൊരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായ കയ്യാങ്കളിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംഭവസ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായില്ലെന്ന ആരോപണം ഉയർന്ന ശേഷമായിരുന്നു ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയത്. ആ ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനമാണിപ്പോൾ വീണ്ടും താളം തെറ്റിയിട്ടുള്ളത്. ഐസ്ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനം കട്ടപ്പന നത്തുകല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ബിനോയ് പാലക്കുഴിയിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഐസ്ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നവീകരിച്ച ഷോറൂമാണ് കട്ടപ്പന നത്തുകല്ലിന് സമീപം പാലക്കുഴ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഫാദർ ബിനോയ് പാലക്കുഴിയിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫാദർ ജോസ് കരിവേൽക്കൽ, ഫാദർ ബിനോയ് പാലക്കുഴ, ഫാദർ സോബിൻ കൈപ്പഴയിൽ, ലാസ ഫാക്ടറി മാനേജർ ശ്രീജിത്ത്, സെയിൽസ് മാനേജർ അമൽരാജ്, മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് തോമസ്, സിന്താര സുധീഷ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. ഫാദർ സോബിൻ കൈപ്പയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നമ്മളിന്നിവിടെ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ്. ഐസ്ലാൻഡ് എന്ന പേരിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള വ്യാപാരങ്ങളൊക്കെ നടത്തുന്നതിനൊരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം ആരംഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥാപനം വരിക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വളർച്ചയാണത് സൂചിപ്പിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം വരുമെന്ന് ഒരു പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഇത്ര ഉള്ളിലോട്ട് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വരാനുള്ള സാധ്യതകൾ തന്നെ കുറവാണ്. പക്ഷേ ഇച്ചിരി ഉള്ളിലോട്ട് കയറി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു വികസനത്തെയാണ് സൂചിപ്പിക്കുക. ഐസ്ക്രീം നമുക്കറിയാം, നമുക്ക് കൂടുതൽ കുളിർമ നൽകുന്നുണ്ട്. നമ്മൾ കൂടുതൽ ഐസ്ക്രീം ഉപയോഗിക്കുക നമുക്ക് ചൂടായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഐസ്ക്രീം ഉപയോഗിക്കുക. ഐസ്ക്രീം ഉപയോഗിക്കുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു കുളിർമ നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഈ സ്ഥാപനം തുടങ്ങിയവർക്കും ഇത് ആസ്വദിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്നും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നവർക്കും വീണ്ടും കടയിൽ നിന്നും മേടിക്കുന്നവർക്കൊക്കെ ഈ ഒരു കുളിർമ ഈ പ്രസ്ഥാനത്തിലൂടെ ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ചോക്കോ ബാർ, മാംഗോ ബാർ, ഗ്രീൻ ആപ്പിൾ ബാർ, റാസ്ബെറി ബാർ, അമേരിക്കൻ ബാർ, കോൺടോപ്പ്, ഫാമിലി പാക്ക് ഐസ്ക്രീം കൂടാതെ ഐസ് ക്യൂബ്, ഗ്രീൻ വാലി, ഗോൾഡൻ വാലി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ സോഡ, മിനറൽ വാട്ടർ എന്നിവയാണ് ഐസ്ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും വിതരണം ചെയ്യുക. ഇവിടെ നിന്ന് ഹോൾസെയിലായും റീറ്റെയിലായും ഐസ്ക്രീമുകൾ ലഭ്യമാണ്. കൂടാതെ ഓർഡർ അനുസരിച്ച് ഐസ് ക്യൂബുകളും നിർമ്മിച്ചു നൽകും.
നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ചന്ദനമരങ്ങളും മുനിയറകളും കരിമ്പിൻ പാടങ്ങളും നിറഞ്ഞ മറയൂർ സഞ്ചാരികൾ കുരുക്കുന്നത് അത്ഭുത കാഴ്ചകളാണ്. ഇടുക്കിയിലെ മറ്റു മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഗ്രാമീണ കാഴ്ചകൾ. മറയൂരിന്റെ തനത് ഉൽപ്പന്നങ്ങളും ഗ്രാമീണ കാഴ്ചകൾ പോലെ പ്രശസ്തമാണ്. ഗുണമേന്മയിൽ ഏറെ മുൻപന്തിയിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന വനം വകുപ്പിന്റെ എക്കോ ഷോപ്പിലെ കാഴ്ചകളിലേക്ക്. മറയൂരിലെ ഗോത്ര സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയും വിലയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പിന്റെ എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ഗോത്ര ജനത ഉൽപ്പാദിപ്പിക്കുന്ന പുൽത്തൈലം, വനമേഖലയിൽ നിന്നും ശേഖരിക്കുന്ന തേൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും. ഇവിടെ ട്രൈബൽസിന്റെ സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ വെച്ച് വിൽക്കുന്നത്. പിന്നെ വനം വകുപ്പിന്റെ സാധനങ്ങളും സാൻഡൽ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ ഏറ്റവും നല്ല സാധനങ്ങൾ, ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുള്ളൂ ഇവിടെ വിൽക്കാനായിട്ട്. തേന്, പുൽത്തൈല അങ്ങനെയുള്ള സാധനം ട്രൈബൽസിൻ്റെ ഏറ്റവും നല്ല സാധനം, പുറത്തുനിന്ന് അല്ലാത്തതൊന്നും എടുക്കുന്നില്ല. പിന്നെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. ഗോത്ര സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം മറയൂർ ചന്ദനത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദന സോപ്പും തൈലവും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമെല്ലാം ഇവിടെ ലഭിക്കും. പൂർണ്ണമായും വന ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിലൂടെ വിറ്റഴിക്കുന്നത്. വനത്തിൽ നിന്നും ഗോത്ര സമൂഹം ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നു എന്ന പ്രത്യേകതയും സ്ഥാപനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹത്തിന് മികച്ച വിലയും ഉറപ്പുവരുത്താനാവുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 84. വിൽപ്പനയ്ക്ക് വന്നത് 12,174. വിൽപ്പന നടന്നത് 11,859. കൂടിയ വില 2,732. ശരാശരി വില 2,189. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ. ഏലം കൂടിയ വില 2,300. ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പൂ 975. കൊക്കോ 125. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,575 രൂപ. വെള്ളി 94. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് മേഖലയിൽ കൂട് സ്ഥാപിച്ചു. കോട്ടയം DFOയുടെ നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷൻ സർഗത്തിയും കോടതി റിമാൻഡ് ചെയ്തു.
ഇരുവരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9 വരെ. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിൽ ആക്ഷേപം ശക്തം. അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറ പൊട്ടിക്കലുമാണ് ഉരുൾപൊട്ടലിനു സമാനമായ രീതിയിൽ മണ്ണിടിയാൻ കാരണമെന്ന ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.